ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട പുട്ടാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാണ്ട് നമുക്ക് വെള്ളം നന്നായി തിളപ്പിച്ചെടുക്കാം. തിളച്ചതിന് ശേഷം നമുക്ക് ആ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സാധാരണ പുട്ടിന് പൊടി നനക്കണ പോലെ തന്നെ ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിങ്ങനെ നമ്മളിങ്ങനെ പിടിച്ചിട്ട് അടന്ന് പോകുന്ന വിധത്തിൽ മിക്സ് ചെയ്തെടുക്കാം. വല്ലാണ്ട് നനവാകരുത്, എന്നാൽ നനവ് വല്ലാണ്ട് കുറയുകയും ചെയ്യരുത്. ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി, വല്ലാണ്ട് അടിയരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് ഒരു പാൻ വെച്ച് ചൂടാക്കിയെടുക്കാം. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലോട്ട് ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്, അതും ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ പച്ചമുളകും വേപ്പിലയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായി ഒന്ന് വാടി വരുന്നവരെ വഴറ്റി കൊടുക്കുക. വാടി വന്നതിന് ശേഷം നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഓരോരുത്തര മസാലയുടെ അളവിനനുസരിച്ച് ഉപ്പും ഇതൊക്കെ മാറ്റി കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1/4 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായി വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്, അപ്പോൾ അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി വേവിച്ചെടുക്കണം. ഇങ്ങനെ ചിക്കി എടുക്കുക എന്നൊക്കെ പറയില്ലേ, അതേപോലെ നന്നായി വേവിച്ചെടുക്കുക. ഇളക്കി കൊടുത്താൽ മതി, അപ്പോൾ വെന്ത് വരും. നമ്മളെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഈ പാനിലോട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പുട്ടിൻ്റെ പൊടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്യുക. ഈ മുട്ടയും പൊടിയും കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം എല്ലാ ഭാഗത്തും പിടിക്കുന്ന വരെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് സാധാരണ പുട്ടുണ്ടാക്കണ പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ആദ്യം നമുക്ക് ആ പുട്ടുണ്ടാക്കണം ആ കുറ്റി എടുത്തിട്ട് അതിലോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ പൊടി വാട്ടിയേക്കണത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ബാക്കി നമുക്ക് സാധാരണ പുട്ടുണ്ടാക്കണ പോലെ തന്നെ ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. പിന്നെ ഇത് വെന്ത് വരുമ്പോൾ ഇതിൻ്റെ മസാലകളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടും. അപ്പം നല്ല സോഫ്റ്റായിട്ട് നമുക്ക് പുട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല, നമുക്കിത് വെറുതെ ആയാലും കഴിക്കാം. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.